വീടുകളിൽ പാചകാവശ്യത്തിന് ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കുക. യഥാർത്ഥ ഉപഭോക്താക്കൾ തന്നെയാണോ സിലിണ്ടറുകൾ വാങ്ങുന്നത് എന്നുറപ്പിക്കുന്നതിനായി eKYC അപ്ഡേഷൻ നടത്തുന്നതിനെക്കുറിച്ചുള്ള അറിയിപ്പ് പൊതുമേഖലാ എണ്ണ കമ്പനികളുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുകയാണ്. വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരുവാനും മറക്കാതിരിക്കുക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. നിർബന്ധിത eKYC അപ്ഡേഷൻ LPG സിലിണ്ടർ ഗുണഭോക്താക്കൾക്ക് തടസ്സമില്ലാതെ സേവനങ്ങൾ ലഭിക്കുന്നതിന് അത്യന്താപേക്ഷിതമാണ്. വ്യാജ കണക്ഷനുകൾ ഇല്ലാതാക്കാനും സബ്സിഡി യഥാർത്ഥ ഗുണഭോക്താക്കളിൽ എത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനും വേണ്ടിയാണ് ഇന്ത്യ ഗവൺമെന്റ് ഇത് നിർബന്ധമാക്കിയിരിക്കുന്നത്. eKYCയിലൂടെ LPG കണക്ഷനുകൾ ആധാർ കാർഡുമായി ബന്ധിപ്പിച്ച് ഉപയോക്താക്കളെ സ്ഥിരീകരിക്കുന്നു. ഇത് വ്യാജ കണക്ഷനുകൾ ഒഴിവാക്കുവാൻ സഹായിക്കും. ഒരു വ്യക്തിക്ക് ഒന്നിലധികം കണക്ഷനുകൾ ഉണ്ടാകുന്നത് കണ്ടെത്താനും അതുവഴി സബ്സിഡി ദുരുപയോഗം ചെയ്യുന്നത് തടയുവാനും eKYC സഹായിക്കും. eKYC അപ്ഡേറ്റ് ചെയ്യുന്നതിന് പ്രധാനമായി 2 വഴികളാണുള്ളത്: ഓഫ്ലൈൻ വഴിയും ഓൺലൈൻ വഴിയും. ആദ്യത്തേത് ഗ്യാസ് ഏജൻസി അല്ലെങ്കിൽ വിതരണക്കാരന്റെ അടുത്തുള്ള ഓഫീസിൽ നേരിട്ട് പോയി eKYC പൂർത്തിയാക്കാം. അതിനായി നിങ്ങളുടെ ഗ്യാസ് വിതരണ ഏജൻസിയിൽ പോയി അവിടെ നിന്ന് KYC ഫോം വാങ്ങി പൂരിപ്പിക്കുക. ആധാർ കാർഡ്, വിലാസം തെളിയിക്കുന്ന രേഖകൾ അതായത് വോട്ടർ ID, വൈദ്യുതി ബിൽ, പാസ്പോർട്ട് മുതലായവ എന്നിവയുടെ കോപ്പികൾ സഹിതം നൽകുക. വിതരണ ഏജൻസിയിലെ ജീവനക്കാർ അവരുടെ ഉപകരണങ്ങൾ അതായത് പോർട്ടബിൾ ബയോമെട്രിക് ഉപകരണം ഉപയോഗിച്ച് നിങ്ങളുടെ ബയോമെട്രിക് അതായത് വിരലടയാളം അല്ലെങ്കിൽ ഐറിസ് സ്കാൻ വിവരങ്ങൾ എടുത്ത് വെരിഫിക്കേഷൻ പൂർത്തിയാക്കും. eKYCക്ക് പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ വേണ്ട രേഖകൾ: 1 ആധാർ കാർഡ്, 2 LPG കൺസ്യൂമർ നമ്പർ, പിന്നെ ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പറുമാണ്. KYC ഫോം പൂരിപ്പിക്കുമ്പോൾ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും വേണ്ടിവരും. ഇതുകൂടാതെ ഇന്ത്യൻ, HP ഗ്യാസ്, ഭാരത് ഗ്യാസ് എന്നിവരുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് സ്വന്തമായും eKYC പൂർത്തിയാക്കാം. അതിനായി നിങ്ങൾ ഉപയോഗിക്കുന്നത് ഇന്ത്യൻ ആണെങ്കിൽ ഇന്ത്യൻ ഓയിൽ 1 ആപ്പ്, ഭാരത് ഗ്യാസ് ആണെങ്കിൽ ഹലോ BPCL ആപ്പ്, HP ഗ്യാസ് ആണെങ്കിൽ HP പേ പോലുള്ള അതത് കമ്പനിയുടെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആധാർ ഫേസ് RD ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. മുഖമടിസ്ഥാനമാക്കിയുള്ള ബയോമെട്രിക് ഒതന്റിക്കേഷനായി ഇത് ആവശ്യമാണ്. മൊബൈൽ ആപ്പിൽ eKYC ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ആധാർ നമ്പർ നൽകുക. മുഖാടിസ്ഥാനമാക്കിയുള്ള ഒതന്റിക്കേഷൻ പൂർത്തിയാക്കാൻ ക്യാപ്ചർ ഫേസ് തിരഞ്ഞെടുക്കുക. സ്ക്രീനിലെ നിർദ്ദേശങ്ങൾ പാലിച്ച് ക്യാമറയ്ക്ക് മുന്നിൽ മുഖം കാണിക്കുക. വെരിഫിക്കേഷൻ പൂർത്തിയായാൽ eKYC വിജയകരമായി അപ്ഡേറ്റ് ചെയ്തതായി സന്ദേശം ലഭിക്കും. ഇത് ചെയ്യുവാനായി നിങ്ങളുടെ മൊബൈൽ നമ്പർ ആധാറുമായി ബന്ധിപ്പിച്ചിരിക്കണം. അതോടൊപ്പം LPG പാചകവാതക ഗാർഹിക സിലിണ്ടറിന് സബ്സിഡി ലഭിക്കുന്ന ഉപയോക്താക്കൾ മാർച്ച് 31 മുൻപായി eKYC അപ്ഡേഷൻ പൂർത്തിയാക്കണമെന്ന് പൊതുമേഖലാ എണ്ണ കമ്പനികൾ അറിയിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതിയിൽ ഉൾപ്പെട്ട ഉപയോക്താക്കൾക്കാണ് നിബന്ധന ബാധകം. eKYC പൂർത്തിയാക്കാത്തവർക്ക് സബ്സിഡി ലഭിക്കില്ലെന്നാണ് പെട്രോളിയം മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം പൊതുമേഖലാ എണ്ണ കമ്പനികൾ നൽകിയ അറിയിപ്പ്. നേരത്തെ ബയോമെട്രിക് അപ്ഡേഷൻ പൂർത്തിയാക്കിയവരും ഓരോ സാമ്പത്തിക വർഷത്തിലും ഒരു തവണ ബയോമെട്രിക് അപ്ഡേഷൻ നടത്തണം. മാർച്ച് 31 മുൻപ് ബയോമെട്രിക് വിവരങ്ങൾ നൽകിയില്ലെങ്കിൽ സാമ്പത്തിക വർഷത്തിലെ 8-9 റീഫില്ലുകളുടെ സബ്സിഡി നിർത്തിവെക്കും. പിന്നീട് സബ്സിഡി പൂർണ്ണമായും റദ്ദാകും. PMUY ഉപയോക്താക്കൾക്ക് 14.2 കിലോയുടെ ഗാർഹിക സിലിണ്ടറിന് 9 റീഫില്ലുകളാണ് സബ്സിഡി. സിലിണ്ടറിന് 300 രൂപയാണ് സബ്സിഡി തുക. എന്നാൽ ഇതിന്റെ പേരിൽ സിലിണ്ടർ വിതരണവും ബുക്കിംഗും തടസ്സപ്പെടില്ലെന്നും കമ്പനികൾ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ PMUY പദ്ധതിയിൽ ഉൾപ്പെടാത്ത ഭൂരിഭാഗം വരുന്ന ഉപയോക്താക്കളും ബയോമെട്രിക് അപ്ഡേഷൻ നിർബന്ധമായും ചെയ്യണോ എന്നുവരെ ചെയ്യാമെന്നത് സംബന്ധിച്ച് കൃത്യമായ അറിയിപ്പ് കമ്പനികളുടെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ല. കമ്പനികളുടെ ആപ്പ് വഴി ഓൺലൈനായും വിതരണ ഏജൻസികൾ വഴിയും അപ്ഡേഷൻ നടത്താം. സിലിണ്ടർ വിതരണത്തിനായി ഏജൻസി ജീവനക്കാർ വീട്ടിലെത്തുമ്പോഴും അപ്ഡേഷൻ നടത്താവുന്നതാണ്. നിലവിൽ 1 വർഷത്തിലധികമായി സബ്സിഡി ലഭിക്കാത്ത LPG സിലിണ്ടർ ഉപഭോക്താക്കളും ഗ്യാസ് കണക്ഷൻ eKYC അപ്ഡേഷൻ നടത്തിവരുന്നുണ്ട്. സബ്സിഡി ലഭിക്കാത്തവർക്കുള്ള അപ്ഡേഷൻ പൂർത്തിയാക്കുന്നതിനുള്ള അവസാന ഡേറ്റ് ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല. അതിന്റെ തീയതി വരുമ്പോൾ കൃത്യമായി ചാനലിലൂടെ അറിയിക്കുന്നതാണ്. നിലവിൽ ഗ്യാസ് സിലിണ്ടർ സബ്സിഡി കിട്ടാത്ത ഉപഭോക്താക്കൾക്കും തങ്ങളുടെ അപ്ഡേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ ചെയ്യാവുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.